ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഇന്ന് ഒരു കിളിമീൻ ഫ്രൈയും കിളിമീനുമായി ബന്ധപ്പെട്ട ചെറിയൊരു കഥയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. കിളിമീൻ എന്നാണ് ഞങ്ങൾ പറയുന്നത്. പുയ്യാപ്ല മീൻ എന്നൊക്കെ ചില സ്ഥലത്ത് പറയും. അതിപ്പോൾ എനിക്ക് ഇൻട്രോയിൽ കാണിക്കാൻ പറ്റില്ല. ഞാനത് ഇന്നലെ ക്ലീൻ ചെയ്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്നലെ ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചു. ഇന്ന് അതെടുത്ത് ഉപ്പും മുളകും ഒക്കെ അതിൻ്റെ അരപ്പൊക്കെ തിരുമ്മി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിലൊന്ന് ഒരു മണിക്കൂറോളം പിടിച്ചോട്ടെ. അതിന് ശേഷം ഞാനത് ഫ്രൈ ചെയ്ത് കാണിക്കാം. അപ്പോൾ അത് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കിളിമീനുമായി ബന്ധപ്പെട്ട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു പ്രത്യേക കഥ പറയാം കേട്ടോ. അപ്പോൾ തിരുമ്മി വെച്ച കിളിമീൻ വറക്കാം. തുടങ്ങാം അല്ലേ? സ്റ്റൗ കത്തിക്കട്ടെ. ആയുധാഭ്യാസികളെ പോലെ അടുക്കളയിലെ ആയുധങ്ങളൊക്കെ എടുത്ത് ഞാൻ റെഡി ആയിട്ടുണ്ട്. അമ്പും വില്ലും ഒക്കെ പോലെ എല്ലാം എടുത്തു വെച്ച് നോക്കുമ്പോൾ ലൈറ്റർ കണ്ടില്ല. പിന്നെ അത് തപ്പിപ്പുറക്കി എടുത്തു. എന്തെല്ലാം കാര്യങ്ങളാണെന്നറിയാവോ അടുക്കളപ്പണിക്ക്? ഇത് മുന്നിൽ കിട്ടി കഴിക്കുമ്പോൾ നല്ല രുചിയാണ് ഓരോ ഐറ്റംസ്. പക്ഷേ അത് ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിലെ കഷ്ടപ്പാട് അത്യാവശ്യം വല്ലപ്പോഴും ഒന്ന് അടുക്കള കയറുന്ന ആണുങ്ങൾക്ക് അറിയാം. അല്ലാത്തവർക്കാണ് ഒന്നും മനസ്സിലാക്കിയല്ല. അപ്പോൾ പാൻ വെച്ചു. പാൻ ചൂടാകട്ടെ. ചൂടായി വരുന്നുണ്ട്. എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ചു. നല്ല കോക്കനട്ട് ഓയിലാണ് കേട്ടോ. ശുദ്ധമായ കോക്കനട്ട് ഓയിൽ. നമ്മൾ തന്നെ കൊപ്രയാട്ടിയെടുത്ത ശുദ്ധമായ കോക്കനട്ട് ഓയിലിൽ മീനൊക്കെ പൊരിക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് അല്ലേ? അത് തന്നെയല്ല, ഏത് കറിക്കാണെങ്കിലും എണ്ണ ഉപയോഗിക്കുന്നതാണല്ലോ ആരോഗ്യകരം. പിന്നെ എണ്ണപ്പലഹാരം എടുക്കാനൊക്കെ ആണെങ്കിലും ഞാൻ എണ്ണപ്പലഹാരം എടുക്കൽ പൊതുവെ കുറവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ തടി കയറും, കൊളസ്ട്രോള്, BP എന്നെല്ലാം പറഞ്ഞ് പിന്നെ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി നടക്കണം. അത് കാരണം എനിക്ക് തൽക്കാലം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇപ്പം തൽക്കാലം ഇല്ല. അപ്പം ഇങ്ങനെ എൻ്റെ എണ്ണ ചൂടായി. അതിലേക്ക് 2-3 കറിവേപ്പില തണ്ടിനെ അങ്ങോട്ട് ഇടട്ടെ. കാരണം എന്താണെന്നറിയാമോ? ഈ പാനിലേക്ക് കിളിമീൻ്റെ ആ പുറത്തുള്ള തൊലിയില്ലേ, അത് ഒട്ടിപ്പിടിച്ചിരിക്കും. നമ്മൾ മീൻ മറിച്ചിടുമ്പം നമ്മൾ പുരട്ടിയ അരപ്പൊക്കെ വരഞ്ഞിട്ട് ഉള്ളിലേക്ക് പുരട്ടിയാൽ പോലും അതങ്ങ് പൊളിഞ്ഞു പോയിട്ട് മീനിൻ്റെ മാംസം വെളുത്തിരിക്കുന്നതായിട്ട് കാണാം. അപ്പം അരപ്പൊന്നും പിടിക്കാത്ത പോലെ ഇരിക്കും. അതൊരു സുഖമില്ല. അപ്പോൾ ഫ്രഷായിട്ട് പാചകത്തിലേക്ക് കിടക്കുന്ന കുട്ടികളൊക്കെ ആണായാലും പെണ്ണായാലും ഇതൊക്കെ കണ്ട് പഠിച്ചോട്ടോ. കറിവേപ്പില വെച്ചു. നല്ല ഫ്രഷ് കറിവേപ്പിലയാണ്, നാടൻ കറിവേപ്പില. 3 തണ്ടങ്ങ് വെച്ചു. അപ്പോൾ ആ കറിവേപ്പിലയുടെ ഒരു സുഗന്ധവും ഒക്കെ വന്നു. ഇനി ഞാൻ പൊട്ടുന്നു. അതും ശ്രദ്ധിക്കണം. അടുക്കളപ്പണിയിലെ അപകടങ്ങളിലൊന്നാണ് കറിവേപ്പില വെച്ചപ്പോൾ അത് ഇപ്പം ഞാൻ കഴുകിയതല്ലേ, ജലാംശമൊക്കെ ഉണ്ടായിരുന്നിരിക്കും. അപ്പോൾ അല്പം നീങ്ങിനിന്ന് പറ്റണം. പിന്നെ ഇത് കണ്ടോ, പുയ്യാപ്ല മീൻ അല്ലെങ്കിൽ കിളിമീൻ. ഇതിനെ ഞാൻ എണ്ണയിലേക്ക് വയ്ക്കാം. കറിവേപ്പില ഇങ്ങനെ വെച്ചു. ഇനി അതിന് വിലങ്ങനെ ഈ പുയ്യാപ്ലേനെ അങ്ങ് വെക്കുവാണേ. 3 പുയ്യാപ്ലേനെ തിരിഞ്ഞുള്ളൂ. ബാക്കി പുയ്യാപ്ല ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. കാരണം ഞങ്ങൾ 2 പേരെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനുള്ളൂ. അപ്പോൾ 3 മീൻ ധാരാളം. 2 എണ്ണം ഹസ്ബൻഡിനും 1 എണ്ണം എനിക്ക്. എനിക്കൊരു മീൻ മതി. വേറെ കറിയൊക്കെ ഉണ്ടല്ലോ. അപ്പം അതിൻ്റെ കൂടെ അങ്ങനെ കഴിക്കാം. അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി ചെയ്യാം. അതങ്ങനെ മൊരിഞ്ഞ് വരുന്ന 1 സൈഡ് ഒന്ന് അടച്ചു വെച്ചേക്കാം. എണ്ണയൊക്കെ ഇങ്ങോട്ട് തെളിക്കുന്നുണ്ട്. അടുക്കളയിലെ അപകടങ്ങളിൽ പെട്ടതാണ്. വെള്ളം ഉണ്ടെങ്കിൽ വെള്ളമയം പാനിലോ കറിവേപ്പിലോ ഒക്കെ ഉണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കും. പിന്നെ എണ്ണ ഇങ്ങോട്ട് മേത്തോട്ട് തെറിക്കും. ഇതെല്ലാം സംഭവിക്കും. അപ്പോൾ വളരെ കെയർഫുള്ളായിട്ട് ഡീൽ ചെയ്യേണ്ട ഒരു ഫീൽഡാണ് കിച്ചൺ ഡ്യൂട്ടി എന്ന് പറയുന്നത്. എല്ലാവരും വിചാരിച്ചോ അടുക്കളയിൽ എന്താ പണി, കിച്ചൺ ഡ്യൂട്ടിക്ക് എന്താ വിഷമം, കഴിക്കാൻ അങ്ങോട്ട് വന്നിരിക്കുമ്പോൾ എല്ലാം ഇങ്ങനെ റെഡിമെയ്ഡായിട്ട് വന്നാൽ മതി. അതിൽ ഉപ്പും മുളകും പുളിയും എരിവും എല്ലാം ഒത്ത അവരുടെ നാവിൻ്റെ കറക്റ്റിനായിരിക്കുകയും വേണം അല്ലേ? മിക്ക പെണ്ണുങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമല്ലേ ഇത്? അല്ലെന്ന് പറയാൻ പറ്റുമോ? പിന്നെ നമ്മളങ്ങനെ ഓപ്പണായിട്ടൊന്നും പറയുകയല്ലാന്ന് മാത്രം. അപ്പം അതൊക്കെ ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ തോരൻ വെക്കാൻ വേണ്ടിയുള്ള കായും കൂടെ, ഞാനൊരു കിളിമീൻ കഥ പറയാമെന്ന് പറഞ്ഞില്ലേ, അത് പറയുന്ന സമയത്ത് മീൻ അങ്ങനെ മുരിഞ്ഞോളും. ആ സമയത്ത് കായ മുറിക്കാം. ഉച്ചയ്ക്ക് കായ തോരനാണ് കേട്ടോ. ഏത്തക്കായ തോരൻ വെച്ചാൽ നല്ലതല്ലേ? അതിൻ്റെ ഇത് മാത്രം കളഞ്ഞാൽ മതി. എന്തായാലും പറയുക, ഇങ്ങനെ ഒരു ഇതുണ്ടല്ലോ, അത് മാത്രം അങ്ങ് ചീകി കളഞ്ഞാൽ മതി. ബാക്കിയൊന്നും കളയണ്ട. തൊലിയിലൊക്കെയാണ് ഗുണം. എന്നിട്ട് അരിഞ്ഞ് കായ വറവുണ്ടാക്കാം. അല്ലെങ്കിൽ
തോരൻ എന്ന് പറയും അല്ലേ? ചിലർ തോരൻ എന്ന് പറയും, ചിലർ വറവെന്ന് പറയും. വെള്ളത്തിലേക്കിടാം. വെള്ളത്തിലിടുമ്പം കയ്യിൽ കട പറ്റാതിരിക്കും. അപ്പോൾ തീ മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ച് കേട്ടോ. എണ്ണ നല്ലപോലെ തിളച്ച് വന്നു കഴിയുമ്പോഴേ മീൻ ഇട്ട് കഴിയുമ്പം തീയെ ലോ ഫ്ലെയിമിൽ വെക്കണം. അല്ലെങ്കിൽ പിന്നെ അത് കരിഞ്ഞു പോകും. അതിൻ്റെ മീനിൻ്റെ ഫ്ലഷ് ഇട്ട് വേവുകയുമില്ല, പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവുകയും ചെയ്യും. ഉള്ളും കൂടെ വേഗണ്ടേ, പുറം ഒരുങ്ങിയിരുന്നാൽ മാത്രം പോരല്ലോ. അപ്പം അതങ്ങനെ ഇരിക്കട്ടെ. എൻ്റെ ക്ലീനിങ് കഥ എന്താണെന്നോ, കുറേ വർഷങ്ങൾക്ക് മുമ്പ്, എത്ര വർഷമാണെന്ന് ഞാൻ തന്നെ ഇപ്പോൾ ഓർക്കുന്നില്ല, ഏകദേശം പറഞ്ഞാൽ 10-20 വർഷങ്ങൾക്ക് മുമ്പാണ്. അത് ഞാൻ എങ്ങനെ കണക്ക് കൂട്ടിയെന്ന് ചോദിച്ചാൽ, എൻ്റെ നാത്തൂൻ്റെ, അതായത് ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ, ഒരു സിസ്റ്ററേ ഉള്ളൂ, അവളുടെ മൂത്ത മോളുടെ പ്രായം കണക്കാക്കിയതാണ്. കാരണം അവള് നാത്തൂൻ ഫസ്റ്റ് ഡെലിവറി ആയിട്ട് വീട്ടിൽ വന്ന് നിൽക്കുന്ന സമയത്ത് സംഭവിച്ച കാര്യമായതുകൊണ്ടാണ്. ഞാനിങ്ങനെ അടുക്കള വശത്ത്, ഈ വീടല്ല വേറെ വീടായിരുന്നു, അടുക്കള വശത്ത് മുറ്റത്തിരുന്ന് ഒരു പലകയൊക്കെ ഇട്ടിരുന്ന് അങ്ങനെ കിളിമീൻ മുറിക്കുക. കിളിമീൻ മുറിക്കുമ്പം ഇവള് നാത്തൂൻ കൊച്ച് പിന്നെ എന്തിനോ വർക്ക് ഏരിയയിലേക്ക് വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു വിളി വിളിച്ചു. പെട്ടെന്ന് വിളിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ മീൻ മുറിച്ചോണ്ടിരുന്ന് ഞാൻ ഞെട്ടി തിരിഞ്ഞൊന്നങ്ങ് നോക്കി. പെട്ടെന്ന് ആ ഒരു തിരിച്ചിൽ എൻ്റെ വലത് കൈയുടെ നഖത്തിൻ്റെ ഉള്ളിലേക്ക് ഒരു മുള്ള് കുത്തിക്കയറി. മുള്ളവിടെ ഇരുന്നൊന്നുമില്ല. പെട്ടെന്ന് ഞാൻ മുള്ള് കുത്തിക്കയറിയ വേദനയിൽ തിരിഞ്ഞ കൈയിലേക്ക് നോക്കി. അപ്പോൾ അവിടെ മുള്ളൊന്നുമില്ല, മുള്ളിൻ്റെ അംശമൊന്നുമില്ല. ഒരു മുള്ള് കുത്തി അങ്ങ് പോയി എന്ന് വിചാരിച്ച് ഞാൻ ഇരുന്നു. പിന്നെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരു മാസത്തേക്ക് യാതൊരു കുഴപ്പമുണ്ടായില്ലേ. കതിരെക്കരം വന്നപ്പോഴത്തേന് എൻ്റെ കായുടെ തൊലി ഞാൻ കളഞ്ഞു. കായ വെള്ളത്തിലേക്ക് ഇട്ടു. ഇനി ഇതിനെ മുറിക്കണം. അതിനിടയിൽ എൻ്റെ മീനൊന്ന് നോക്കട്ടെ. ഇതാ ഞാൻ പറഞ്ഞു, എന്തെല്ലാം കാര്യങ്ങൾ ഒരേ സമയം ശ്രദ്ധിക്കണം എന്നറിയാവോ. കഥ പിന്നെ തുടരുവേ, ഇതൊരു ഇടവേളയോ. അത്യാവശ്യം മീൻ വന്നിട്ടുണ്ട് കണ്ടോ. ഇത്രയും സന്നാഹങ്ങൾ ഞാൻ അടുപ്പിച്ചിട്ട് ചട്ടം എടുക്കാൻ വിട്ടുപോയി. ദേ വരുന്നേ, ദാ പോയി, ദേ വന്നു. ഞാൻ പറഞ്ഞത് വെറുതെ അല്ലല്ലോ. അടുക്കളപ്പണിയിൽ അതുപോലെ ശ്രദ്ധ വേണം. ഒരേ സമയം പല കാര്യങ്ങളാണ്, ജാഗ്രത വേണം. പിന്നെ തിരക്കിട്ട് ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ഒരേ സമയം കുറേ വർക്ക് ചെയ്യണം. ഞാനൊക്കെ പണ്ട് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നപ്പോഴേ ഇങ്ങനെ ചുറ്റിന് കറങ്ങി പണിയെടുക്കുമായിരുന്നു. ദോശ ചുടുന്നു, മിക്സി പ്രവർത്തിപ്പിക്കുന്നു, പാത്രം കഴുകുന്നു, ഓടുന്നു, ചാടുന്നു, അങ്ങനെ. അപ്പോൾ മഹാരഥൻ എന്ന് കേട്ടിട്ടുണ്ടോ? അർത്ഥം അറിയാവോ? മഹാരഥൻ എന്ന് പറഞ്ഞാൽ ഒരേ സമയം മെല്ലെ മീൻ മറിക്കുന്നുണ്ട്, മറിച്ചിടുമ്പോൾ സൂക്ഷിക്കണം. മെല്ലെ മറിച്ചിട്ടില്ലെങ്കിൽ തിളച്ച എണ്ണ നമ്മുടെ ദേഹത്തോട്ട് അങ്ങനെ തെറിക്കും. കണ്ടോ? കറിവേപ്പില അരിയിൽ വെച്ചത് കൊണ്ട് ഒട്ടും മീനിൻ്റെ സ്കിന്ന് ഒളിഞ്ഞു പോകാതെ നല്ല വൃത്തിക്ക് വൺ സൈഡ് വന്നു. നിങ്ങൾക്ക് കാണാവോ? വൺ സൈഡ് നല്ല വൃത്തിക്ക് മുരിഞ്ഞു വന്നു. ഏകദേശം ഒരു ബ്രൗൺ കളറായി. ചിലർക്ക് മീനിൻ്റെ ഒരു പതുപതുപ്പുള്ളതാണ് ഇഷ്ടം, ഒരു മുക്കാലും മരിച്ചിൽ. ചിലവർക്ക് നല്ല ഡ്രൈ ഫ്രൈ ആവുന്നതാണ് ഇഷ്ടം, അല്ലേ? ഇപ്പോൾ ഒരു വീട്ടിൽ തന്നെ പല ഇഷ്ടമുള്ളവരുണ്ടായിരിക്കും. ഇവിടെ തന്നെ മോന് ഡ്രൈ ഫ്രൈ അല്ല വേണ്ടത്, അച്ഛന് അത്ര ഡ്രൈ അല്ല, എന്നാലും ഒരുവിധം ഡ്രൈ ഫ്രൈ വേണം. എനിക്ക് കുറച്ചുകൂടെ നല്ല ഡ്രൈ ഫ്രൈ വേണം. എങ്ങനെ ഒപ്പിക്കും? അപ്പോൾ അതിനനുസരിച്ച് അച്ഛനുള്ള മീൻ അങ്ങനെ ചെയ്യണം, മോനുള്ള മീൻ ഇങ്ങനെ ചെയ്യണം, എനിക്കുള്ള മീൻ ഇങ്ങനെ ചെയ്യണം. ഓർത്ത് നോക്ക്, എന്തൊരു പങ്കപ്പാടാണ്. ഇപ്പം ഞാൻ എന്താ പറഞ്ഞുകൊണ്ട് വന്നേ? മഹാരഥൻ. അപ്പം മറ്റേ സൈഡും കൂടെ മൊരിയുമ്പോഴത്തേനും എൻ്റെ വാഴയ്ക്ക് വരിയും പിന്നെ കഥയും പറഞ്ഞ് തീരും കേട്ടോ. അപ്പോൾ നിങ്ങൾ കഥ കൊണ്ട് ഞാൻ ഒരുപാട് നേരം കളയുമെന്ന് വിചാരിക്കേണ്ട. മീൻ ഫ്രൈ ആകുന്ന വരെയേ ഉള്ളൂ കഥ. അപ്പോഴെന്താണ്, മുള്ളു കുത്തിയിട്ട് ഞാനങ്ങനെ തിരിഞ്ഞു നോക്കിയല്ലോ. ഒരു മാസത്തേക്ക് ഒരു കുഴപ്പമില്ലായിരുന്നേ. ഞാൻ അതിൻ്റെ വേദനയൊന്നും പിന്നെ ഉണ്ടായില്ല, ഒന്നും അറിഞ്ഞുമില്ല. കായ് ഇങ്ങനെ മുറിക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് ഇങ്ങനെ തോരൻ വെക്കാൻ വേണ്ടിയാണ്. തേങ്ങയൊക്കെ ഇട്ടേ ഒതുക്കി ചേർക്കുക. നല്ല തോരനായി ഇത്തിരി അരിഞ്ഞിരുന്നാൽ, കൂട്ടുകറിയുടെ പരുവത്തിൽ അരിഞ്ഞിരുന്നാൽ പുള്ളിക്കാരന് വലിയ ഇഷ്ടമാണ്. അവരുടെ ഇഷ്ടം നമ്മൾ നോക്കണ്ടേ? നിന്നെ ഇഷ്ടം എന്നെ ഇഷ്ടമാണല്ലോ. അപ്പോൾ കഥ പിന്നെയും മുറിഞ്ഞു പോയി. എന്താ പറഞ്ഞു വെച്ചത്? കൈയും കൊണ്ട് അങ്ങനെ ഇരുന്നു. പണിയൊക്കെ ഞാൻ തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു കുഴപ്പം എനിക്ക് തോന്നിയില്ലെന്ന്. പിന്നെ ആ വർഷം ഉണ്ടല്ലോ, എനിക്ക് ആദ്യമായിട്ട് പേപ്പർ വാല്യുവേഷൻ കിട്ടിയതാ. പേപ്പർ വാല്യുവേഷൻ ക്യാമ്പിൽ കണ്ണൂർ ഒരു സ്കൂളിൽ ആദ്യമായിട്ട് ചെയ്യുന്നതിൻ്റെ ഒരു വെപ്രാളവും ഉണ്ടല്ലോ ഫസ്റ്റ് ഡേയിൽ. ഇത് ചെയ്തിട്ടില്ലാത്ത ഒരു മേഖലയാണല്ലോ. അപ്പം പേപ്പർ കെട്ട് കിട്ടി. രാവിലത്തെ കെട്ട് ഞാൻ ഒരു വിധം നോക്കി തീർത്തു. ഉച്ചവരെ ഉള്ളത് ഒരു കെട്ടാണ്. അതിനകത്ത് 16 പേപ്പറൊക്കെ ഉണ്ടാവും. അത് നോക്കിക്കഴിഞ്ഞിട്ട് പരീക്ഷാ ഹോൾ പോലെ തന്നെയാണ്.
അതിനുള്ളിൽ കടന്നിരുന്നാൽ പിന്നെ ആ ഒരു കെട്ട് നോക്കി മാർക്കൊക്കെ എഴുതി ചീഫിൻ്റെ കയ്യിൽ കൊടുത്തിട്ടേ നമ്മളെ പുറത്ത് വിടുകയുള്ളൂ. ഫുഡ് കഴിച്ച് വന്നു കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കെട്ട്, അങ്ങനെയാണ് പരീക്ഷ പോലെ തന്നെ. അപ്പോൾ ആദ്യത്തെ കെട്ട് നോക്കിയപ്പോൾ തന്നെ ഞാൻ പ്രയാസപ്പെട്ടാണ് നോക്കുന്നത്. എൻ്റെ വലത് കയ്യിലാണല്ലോ അന്ന് ആ മുള്ളു കുത്തിയത്. ആ കയ്യിൽ പേന പിടിച്ചപ്പോൾ കുറേ അധികം സമയം കണ്ടിന്യൂസ് ആയിട്ട് പേന പിടിച്ചിങ്ങനെ പ്രസ് ചെയ്തപ്പം നല്ലൊരു വേദന ഫീൽ ചെയ്തു. രാവിലത്തെ കെട്ട് ഞാൻ ഒരുവിധം നോക്കി തീർത്തു. ഉച്ച കഴിഞ്ഞപ്പോഴത്തേന് എങ്ങനെയാണെന്ന് അറിയത്തില്ല, സഡൻ ആയിട്ട് അതങ്ങ് പഴുത്ത് കയറി. ഈ നഖത്തിൻ്റെ ഉള്ളിലോട്ട് പഴുപ്പ് ഇത്രയും ഭാഗത്ത് മഞ്ഞ കളറിൽ കാണാം. ഉച്ച കഴിഞ്ഞത്തെ പേപ്പർ എനിക്ക് നോക്കിയിട്ട് തീരുന്നില്ല. ഒരു വിധം ഞാൻ കടിച്ച് പിടിച്ച് പേപ്പർ നോക്കി മാർക്കൊക്കെ എഴുതി കൊടുത്ത് കോളേജിന് പുറത്തിറങ്ങി. വന്ന വഴി നേരെ കുറേ യാത്ര ചെയ്യണം, കുറേ അകലെ വീടിനടുത്തുള്ള ഒരു ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു ഇനി വാല്യുവേഷന് പോകണ്ട, ഇത് പഴുക്കുന്നുണ്ട്, ഒരു സർജനെ കൊണ്ട് കാണിച്ചോളാൻ പറഞ്ഞു. അതാണ് ഒരു കിളിമീൻ്റെ മുള്ളു കുത്തിയതിൻ്റെ കഥ. കണ്ടോ അടുക്കളപ്പണിയുടെ റിസ്ക്, കേട്ടോ അടുക്കളപ്പണിയുടെ റിസ്ക് എന്ന് പറഞ്ഞാൽ അത്ര ഏകാഗ്രത വേണം, ശ്രദ്ധ വേണം. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം ഞാൻ വാല്യുവേഷൻ ക്യാമ്പിലേക്ക് വിളിച്ച് പറഞ്ഞിട്ട് ലീവ് എടുത്ത് സർജനെ കണ്ടു. ഇത് മരപ്പിച്ചിട്ട് കീറി ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുവരിക ചെയ്ത്. അത്ര വലിയ സംഭവമായിപ്പോയി. അതിൻ്റെ ഉള്ളിൽ ആ മുള്ളിൻ്റെ പൊടി ഉണ്ടായിരുന്നു പോലും. അതിങ്ങനെ ഒരു 1 ഡേ ഫുള്ള് പേന പ്രസ് ചെയ്ത് വന്നപ്പം അത് ഉള്ളിലോട്ട് കുത്തി അങ്ങനെ പഴുത്ത് കുളമായതാണ് സംഭവം. അങ്ങനെ കീറി കൈവരലൊക്കെ ഡ്രസ് ചെയ്ത് വെച്ച് പിന്നെ ഒരു 15 ദിവസത്തേന് കൊണ്ടാണ് അത് കരിഞ്ഞു പൊട്ടി വന്നത്. അപ്പോൾ എന്ത് ചെയ്തു, ആ വാല്യുവേഷൻ അത് ക്യാൻസൽ ചെയ്തു. എന്നിട്ട് പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ടീച്ചേഴ്സ് കണ്ടപ്പോൾ കളിയാക്കുമായിരുന്നു. പേടിച്ചിട്ടാണ്, ആദ്യമായിട്ട് പോയതല്ലേ വാല്യുവേഷന്, അപ്പോൾ പേടിച്ചിട്ടാണ് പറയുമായിരുന്നേ. അങ്ങനെയാണ് എൻ്റെ കിളിമീൻ്റെ മുള്ളു കുത്തിയ കഥ. ഇനി വാഴയ്ക്ക് അരിച്ചിൽ അവിടെ നിർത്തി വെച്ചിട്ട് എൻ്റെ കിളിമീൻ്റെ മറ്റേ സൈഡ് നോക്കട്ടെ കേട്ടോ. കരിഞ്ഞു പോയെങ്കിലേ ശരിയാവില്ലല്ലോ ഇത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുവന്നിട്ട്. രണ്ടാമത്തെ സൈഡ് അത്രയായിട്ടില്ല, കണ്ടോ. നമ്മൾ തിരക്ക് പിടിച്ചെന്നാ പൊടിഞ്ഞു പോകും. തീയ ലോയിലല്ലേ ഇട്ടേക്കുന്നത്, അതുകൊണ്ടാണ് ഇത്തിരി കൂടി കൂട്ടി കൊടുക്കാം. എന്നാൽ മീഡിയവും വേണ്ട, ലോയുടെ മീഡിയത്തിൻ്റെ ഇടയ്ക്ക് ഇരിക്കട്ടെ. ഇനി ഞാൻ ആ സമയത്ത് എൻ്റെ ഉച്ചക്കത്തെ ചാറ് ഇന്ന് പച്ചമോര നല്ല തൈരാക്കി വെച്ചിട്ടുണ്ട്, കട്ടത്തൈര്. ഇതിനെ ചാറിലിട്ട് അടിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും നല്ല പച്ച കാന്താരിയും ഒക്കെ ഇടുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ പച്ചമോരും വാഴയ്ക്ക തോരനും കിളിമീൻ വറുത്തതും അച്ചാർ കൂട്ടി ഒരു പിടി പിടിക്കണം. ഞാനിങ്ങനെ ചോറ് കഴിക്കുകയല്ലോ കേട്ടോ, ഒരു പിടി ചോറ് കഴിക്കുള്ളൂ, അല്ലെങ്കിൽ തടി കൂടുതലായി പോകും. പിന്നെ ഇതിൻ്റെ പുളിയൊന്ന് നോക്കട്ടെ. പുളി തൈരായിട്ട് കൂട്ടുമ്പോൾ പുളി കുറച്ച് മതി, മോരായിട്ട് എടുക്കുമ്പോൾ ലേശം കൂടെ പുളി വേണമല്ലോ. ഇത് പുളി ആയിട്ടില്ല, വേറെ ചാറ് കറി വെക്കല്ലേ, അപ്പം അതിൻ്റെ കൂടി ഇതും കൂടെ ഒന്ന് നോക്കട്ടെ. ആഹാ, ഉള്ളങ്കയിൽ ഒഴിച്ചപ്പോൾ നല്ല കട്ടത്തൈര്. ഇതെങ്ങനെയാണ് നല്ല കട്ടത്തൈര് ഉണ്ടാക്കുന്നതിന്? ഞാൻ ഉണ്ടാക്കുന്ന പുളി കുറഞ്ഞ കട്ടത്തൈര് എന്ന് നിങ്ങൾക്ക് ഞാൻ ഇനി കാണിച്ചു തരാം വേറെ വീഡിയോയിൽ. മോരാക്കാനുള്ള പുളി ഉണ്ട്, കുഴപ്പമില്ല. അപ്പം എൻ്റെ ചാറിന് അത് തന്നെ മതി, പണിയെടുക്കുവായി. അപ്പോൾ ഞാൻ കഥ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനിയും വാഴക്കരിഞ്ഞ് തീരാറായി. ഇനിയും ഈ നോക്കുമ്പോഴത്തേന് എനിക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ കഞ്ഞിയുടെ വേവ് നോക്കണം. ചോറെടുക്കത്തുണ്ട്, അതിൻ്റെ വേവൊന്ന് നോക്കട്ടെ. ഇതിലേക്ക് ഞാൻ പറഞ്ഞ മഹാരഥൻ ആരാന്നറിയാമോ? ഒരേ സമയം ഒറ്റയ്ക്ക് 10,000 വില്ലാളികളോട് ഏകനായി ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യാൻ കഴിവുള്ളവനാണ് മഹാരഥൻ. അങ്ങനത്തെ മഹാരഥികളാണ് അടുക്കളക്കാരികൾ എന്നാണ് പറഞ്ഞത്. ഒരേ സമയം എത്ര പേരോട് യുദ്ധം ചെയ്യണം? മീനിനോട്, ചോറിനോട്, മോരിനോട്, വാഴയ്ക്കോട്, എന്തിനോടെല്ലാം യുദ്ധം ചെയ്യണം. എണ്ണ ഒഴിക്കാൻ നേരത്ത് നോക്കിയപ്പം ബോട്ടിലെ എണ്ണ തീർന്നായിരുന്നു. പിന്നെ ബാരലെടുത്ത് എണ്ണ ഇതിലേക്ക് ഒഴിച്ചു. ഇതെല്ലാം ഒറ്റയ്ക്ക് ചെയ്തു വരുമ്പോഴേ നമ്മൾ തീർച്ചയായും മഹാരഥന്മാരെ പോലെ അല്ലേ. പിന്നെ എന്താണ് സാരഥി എന്നാൽ ആരാണ്? തേരാളി. അപ്പോൾ ഒരു വീട്ടിലെ ആൾക്കാരുടെ ആരോഗ്യമൊക്കെ നോക്കി തെളിക്കുന്ന തേരാളികളാണ്. അവിടെ നമ്മൾ മടിച്ചിരുന്നാൽ ഫാസ്റ്റ് ഫുഡും, ചോറ് വെന്തിട്ടുണ്ട് അത് വാർക്കണം, കറക്റ്റ് ടൈമിൽ വാർത്തില്ലേ ചോറ് വെന്തളിഞ്ഞു പോകും. മഹാരഥൻ, തേരാളി, സാരഥി. മഹാരഥനാണ്, സാരഥിയാണ് ഒക്കെ ഞങ്ങൾ ഈ പെണ്ണുങ്ങളാണ് കേട്ടോ. അപ്പം ഞങ്ങളെ ഒന്ന് വില വെച്ചോളണം, അതേ ഉള്ളൂ, വേറൊന്നും ഇതിനകത്തില്ല. അപ്പോൾ ഞാൻ എൻ്റെ മീൻ ഫ്രൈ ഒന്നുകൂടെ നോക്കാം. വാഴക്കഴിഞ്ഞ ഒരു കഷ്ണമുള്ളേ, അത് ചോറ് കരക്കി വെച്ചിട്ട് അതിനെ അരിഞ്ഞ് ആ ഒരു കഷ്ണം കൂടി അരിഞ്ഞ് തോരൻ വെക്കാം.
അപ്പോൾ ആ തോരൻ വെക്കുന്നത് കൂടി ഇതേ വീഡിയോയിൽ കാണിക്കുമ്പോഴേ വീഡിയോ ഒരുപാട് ലെങ്താകും, നിങ്ങൾക്ക് ബോറടിക്കും. അതുകൊണ്ട് അത് ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല. എൻ്റെ കിളിമീൻ ഫ്രൈ കാണിക്കാൻ വേണ്ടി ചെയ്ത വീഡിയോയല്ലേ. നല്ല കിളിമീൻ ഫ്രൈ. ഞാനിൻ്റെ ചോറ് കടക്കി വെക്കട്ടെ, എന്നിട്ട് ഇത് കോരിയെടുക്കാം. അപ്പോൾ അതുവരെ ഒരു മിനിറ്റ് കൂടെ അവിടെ ഇരുന്നോട്ടെ. ചോറ് കടക്കിയിട്ട് വന്നു. അപ്പോഴേക്ക് എൻ്റെ കിളിമീൻ ഫ്രൈ ഇതാ കറക്റ്റ് പരുവത്തിനായി. ഇനി ഇരുന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഞാനിതിനെ ഒന്ന് കോരിയെടുക്കാം. ആദ്യം തന്നെ വലിയ കിളിമീനെ കണ്ടോ, വലിയ കിളിമീനെ കോരിയെടുത്തു. ദാ പിന്നെ ഒരു മീഡിയം കിളിമീനാണ് പിന്നത്തെ രണ്ടും. അപ്പോൾ ഒരു വലുതും ഒരു മീഡിയവും പപ്പയ്ക്ക് കൊടുക്കാം, ഒരു മീഡിയം കിളിമീൻ എനിക്കെടുക്കാം. ഇനി അതിൻ്റെ കറിവേപ്പിലയൊക്കെ അതിൻ്റെ മുകളിലോട്ട് കോരിയിട്ട് അതിനെ അങ്ങ് ഡെക്കറേറ്റ് ചെയ്യാം. കരിവേപ്പിലയൊക്കെ നല്ല മൊരിഞ്ഞ് അപ്പം സൂപ്പറായി എൻ്റെ കണ്ടോ എൻ്റെ കിളിമീൻ ഫ്രൈ. കാണുന്നുണ്ടല്ലോ അല്ലേ? നിങ്ങളിങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും മീൻ ഫ്രൈ ചെയ്യുക. അപ്പം ഞാനിങ്ങനെയാണ് മീൻ ഫ്രൈ ചെയ്യുന്നത് എന്ന് കാണിച്ചു. അതിൻ്റെ കൂടെ ഒരു കൊച്ചു കഥ പറഞ്ഞു, അടുക്കളക്കാരികളുടെ അവസ്ഥ പറഞ്ഞു അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഞാൻ ഇപ്പോൾ ചെയ്യുന്ന 2-3 വീഡിയോകളിൽ ഇങ്ങനെ മുടി അഴിച്ചിട്ടൊക്കെ ആയിരിക്കുന്നത്. അതിനൊരു പ്രത്യേക കാരണമുണ്ട് കേട്ടോ. ഞാനൊരു ഓയിൽ അപ്ലൈ ചെയ്തു, 2-3 മാസമായി അത് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എൻ്റെ മുടി നല്ല തിക്കായിട്ടങ്ങ് വളർന്നു. മുടിക്ക് തിക്നെസ് ഇല്ലെങ്കിൽ, എലിവാല് പോലെയുള്ള മുടിയാണെങ്കിൽ, അല്ലെങ്കിൽ തലയിലൊക്കെ ഉള്ളില്ലെങ്കിൽ നമുക്ക് മുടി അഴിച്ചിട്ടൊക്കെ ഇരിക്കുമ്പോൾ ഒരു കോംപ്ലക്സ് ആയിരിക്കും അല്ലേ? നമുക്ക് എത്രയായാലും പെണ്ണുങ്ങൾക്ക്, അതിപ്പോൾ ആണുങ്ങൾക്കാണെങ്കിലും മുടി കഷണ്ടി ആയി കഴിഞ്ഞാൽ അവർക്കൊരു എന്താ പറയുക, കോൺഫിഡൻസ് ലെവൽ കുറയും അല്ലേ? അപ്പോൾ നമുക്ക് നല്ല തിക്കായ മുടിയും നല്ല ഗ്ലോയുള്ള സ്കിന്നും ഒക്കെ ഉണ്ടെങ്കിൽ, ഇതൊന്നും അല്ല ജീവിത വിജയത്തിന് അടിസ്ഥാനമെന്ന് നമുക്കറിയാം, എങ്കിലും അതൊക്കെ ഉണ്ടെങ്കിൽ നല്ലതല്ലേ? അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ കാണുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുമല്ലേ? ഏതൊരാളും ഒരു നല്ല വിടർന്നു നിൽക്കുന്ന സൗന്ദര്യമുള്ള പൂവിനെ കണ്ടാൽ നോക്കുമല്ലോ. അതുപോലെയല്ലേ സുന്ദരമായ മുഖവും ഗ്ലോയുള്ള സ്കിന്നും നല്ല ഹെയറൊക്കെ കണ്ടാൽ നമ്മൾ ഒന്ന് നോക്കും. അതിനാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ? നമ്മളതൊന്ന് ആസ്വദിക്കും, അതൊരു തെറ്റല്ല. അപ്പോൾ നമുക്ക് സ്വയം നമ്മുടെ സ്കിന്നും മുടിയൊക്കെ നന്നാക്കിയിട്ട് ആസ്വദിക്കാമല്ലോ. ഇപ്പം ഞാനൊരു ഓയിൽ മേടിച്ച് അപ്ലൈ ചെയ്തായിരുന്നു. അപ്പോൾ എൻ്റെ മുടി കണ്ടോ, തലയിൽ നല്ലപോലെയുള്ള മുറ്റ സൂചി കുത്താനടിയില്ല. അപ്പം ആ വീഡിയോ ഞാൻ 2 ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഏത് ഓയിൽ അപ്ലൈ ചെയ്യുന്നതെന്നുള്ളത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, മുടിയൊക്കെ കുറവുള്ളവർക്ക് വേണമെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാവുന്നതാണ്. ആ ഓയിൽ മേടിച്ച് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കിളിമീൻ ഫ്രൈയും കിളിമീനുമായി ബന്ധപ്പെട്ട കഥയും ഒക്കെ അടങ്ങുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് കാണുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എങ്കിൽ ഒന്ന് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാനും അങ്ങനെ മെല്ലെ മെല്ലെ വളരട്ടെ. മെല്ലെ വളരുന്ന ഒരു ചാനലാണ് എങ്കിലും ഞാൻ ഇപ്പോൾ കുറച്ച് അതിൽ ഗ്രോത്ത് ഉണ്ട്. അപ്പോൾ എനിക്ക് നല്ല ഒരു മുടിയുടെ ഗ്രോത്ത് വന്നപ്പോൾ ആത്മവിശ്വാസം വർദ്ധിച്ചു എന്ന് പറഞ്ഞ പോലെ തന്നെ ചാനലിൽ കുറച്ചൊരു ഗ്രോത്ത് വന്നപ്പോൾ എനിക്കതിലൊരു ഇൻട്രസ്റ്റ് ആയി. അപ്പോൾ അതെനിക്കതൊരു ആക്ടിവിറ്റി ആയി. വെറുതെ ഇങ്ങനെ മുരഞ്ഞിരിക്കേണ്ട, ഒന്നും ചെയ്യാതെ ഇരുന്നാൽ നമ്മൾ ഒന്നും അല്ലാതെ ആയി പോകും. അപ്പോൾ അതുകൊണ്ട് ഞാനിതിൽ ഇനി തുടർച്ചയായി ഓരോ ദിവസവും ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബൈ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം.